നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ട്രിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മളിന്ന് പോകുന്ന മൂന്നാറിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾറെഡി KSRTC ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. താമരശ്ശേരിയിൽ നിന്ന് 10:30ക്കാണ് നമ്മുടെ ബസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബസ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബസ് ചെറുതായിട്ടൊന്ന് പണി മുടക്കിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പും ദാഹവും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നൊരു തട്ടുകടയിൽ പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു ബസ് വന്നിട്ടാണ് നമ്മുടെ യാത്ര പിന്നെയും സ്റ്റാർട്ട് ചെയ്തത്. അത്രയും മണിക്കൂർ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളിതാ മൂന്നാറിലെത്തി കേട്ടോ. നമ്മൾ ഡബിൾ ട്രക്കർ ബസ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് എല്ലാം ഫുള്ളായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിച്ചു നമ്മളവിടെ ചെന്നിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടും, നമുക്ക് അവിടെ ചെന്നിട്ട് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മുടെ ബസ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് 9 മണിയായപ്പോഴാണ് നമ്മൾ മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. അപ്പോഴാണ് ഈ ഡബിൾ ട്രക്കർ ബസ് സ്റ്റാർട്ട് ചെയ്യാനിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെയുള്ള കണ്ടക്ടറോട് ചോദിച്ചു സീറ്റ് വല്ലതും അവൈലബിൾ ഉണ്ടോയെന്ന്. അപ്പം ഭാഗ്യത്തിന് നമുക്ക് 4 സീറ്റ് അവൈലബിൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഫ്രഷ് ഒന്നും ആവാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, അതേ ഡ്രസ്സിൽ അതേ കോലത്തിൽ ഞങ്ങൾ പിന്നെ വേഗം കയറി കേട്ടോ. അപ്പം ഡബിൾ ട്രക്കറിൻ്റെ ബസ് ചാർജ് എന്ന് പറയുന്നത് താഴെയാണെങ്കിൽ 200 രൂപ പെർ പേഴ്സണ്, മേലെയാണെങ്കിൽ 400 ആണ് കേട്ടോ. എന്തായാലും ഈ ഒരു ട്രാവൽ മിസ്സ് ചെയ്യണ്ട, കാരണം മൂന്നാറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതും ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. മേലെ ഇരുന്ന് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല വ്യൂ ആയിരിക്കും. പിന്നെ ചൂടുള്ള സമയത്താണ് പിന്നെ നമ്മൾ അതിനനുസരിച്ച് പൊള്ളും, എന്നാലും നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ ഈ ബസ്സിൽ കുറേ സ്ഥലം വ്യൂ പോയിന്റിലൊക്കെ നിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ സ്ഥലങ്ങളൊക്കെ ഇല്ല, അവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, കാരണം നേരിട്ട് കാണുമ്പോൾ ഉള്ള ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ നോക്കുമ്പം എല്ലാം ഏകദേശം ഒരേപോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിൽ എല്ലാ വ്യൂ പോയിൻ്റൊന്നും എടുക്കാത്തത്. എന്നാലും ഒരു 5-6 വ്യൂ പോയിൻ്റ് നിർത്തിയിട്ടുണ്ട്. തേയിലത്തോട്ടം, പിന്നെ നമുക്ക് കോഫി പൗഡർ, ചായ പൗഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേവിലേക്കാണ് കേട്ടോ. ഇതൊരു കുഞ്ഞു ഗുഹയാണ്. ഇതാണ് ഒരു കേവ്, ഇതിൻ്റെ പേരാണ് റോക്ക് കേവ് എന്ന്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഐതിഹ്യവും കാര്യങ്ങളൊന്നുമില്ല. അവർ പറയുന്നുണ്ടായിരുന്നത് പണ്ട് ഏതോ ഒരു വർഷം ഇതിൻ്റെ അകത്ത് ഏതോ ഒരു കള്ളൻ ഒളിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ പോയിട്ടുണ്ടായിരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ അത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര ഹൈവേയും അതേപോലെ തന്നെ കുറേ മലയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ കുറേ കുട്ടി കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ ഇതൊക്കെ വാങ്ങി കഴിച്ചിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ചായ ഒന്നും കുടിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാ സ്ഥലത്തും ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് അവർ ടൈം തരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ വ്യൂ പോയിന്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തേയിലത്തോട്ടം, ഇവിടെയാണ് നമുക്ക് അവസാന ട്രിപ്പ് ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം കേട്ടോ. ഞങ്ങളും 1-2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പോഴേക്കും നമുക്ക് ടൈമായിട്ടോ പോവാൻ, കാരണം എല്ലാ ഏരിയയിലും എല്ലാവരും ഉണ്ട്. നമ്മൾ ആ ഒരു ബസ്സിലുള്ള ഒരുവിധം ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്ഥലം കണ്ടുപിടിച്ച് ഫോട്ടോ എടുത്തതാട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. ഈ കാണുന്ന ബസ്സൊക്കെ ഉണ്ടല്ലോ, സാധാ ബസ്സല്ല കേട്ടോ. ഇവിടെ ഇതിൻ്റെ അകത്ത് കുട്ടി റൂമൊക്കെ ഉണ്ട്. ഓരോ ആൾക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് റൂമാണ് കേട്ടോ അതിൻ്റെ അകത്ത്. ഞാൻ വിചാരിച്ചത് ബസ്സായിരിക്കുമെന്ന്. അവിടെയുള്ള ഒരു ചേട്ടനാണ് പറഞ്ഞത് അതൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനുള്ളതാണെന്ന്. അത് കഴിഞ്ഞ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ ഞങ്ങൾ ബാത്റൂമും കാര്യങ്ങളും കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ തലേന്ന് രാത്രി ചായ കുടിച്ച് അവസാനിപ്പിച്ചതല്ലേ, അതിനുശേഷം പിന്നെ ഇപ്പോഴല്ലേ കഴിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പോകാനുണ്ടായിരുന്നത് സൂര്യനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് നമ്മൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ടെൻറ്റിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. അപ്പം അവിടേക്ക് ഒരു കുഞ്ഞ് ജീപ്പിലാണ് നമുക്ക് പോകാനുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചെന്നിട്ടുണ്ടായിരുന്ന ടെൻറ്റ് തീരെ സുഖം ഉണ്ടായിരുന്നില്ല, ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഉണ്ടായിരുന്നത്
2 ബാച്ചിലേഴ്സാണ്. അവർ നമുക്ക് അത്രയ്ക്ക് സേഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഏജൻസീനെ വിളിച്ച് സംസാരിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു നമുക്കെന്നാൽ വേറെ സ്ഥലത്തേക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ രണ്ടാമത് എത്തിയ സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ടെൻറ്റ് ഉള്ള സ്ഥലം. ഇവിടെ കുറേ ടെൻറ്റ് ഉണ്ട് കേട്ടോ, ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെൻറ്റ് ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വന്നപ്പോഴത്തിലും ഒരുവിധം എല്ലാ ടെൻറ്റും ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഉള്ള ടെൻറ്റിൽ നല്ലത് നോക്കി ഞങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയ അത് നൈറ്റ് इधर ही खाना खाते हैं हम लोग. चलो नेक्स्ट हम लोग बैचलर्स को डिस्टर्ब करके आएंगे. फुल टेंट ആണ് सिंगल. नहीं हमको फैमिली के लिए अलग है. ഇവിടെ ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലം, പിന്നെ നമുക്ക് അതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓൾറെഡി മഴ പെയ്തതുകൊണ്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ബാക്കി എല്ലാം കൊണ്ട് ഓക്കെയാണ്. നല്ല ക്ലൈമറ്റ് ഇപ്പം നല്ലതാണ്, മഴ പെയ്യാതിരുന്ന എല്ലാം ഓക്കെ. പിന്നെ मुझे अभी फ़ोटो नहीं खींचना है अभी मुझे नहीं खींचना है क्योंकि मैं बहुत टायर्ड हूँ. मेरा फेस tomorrow ठीक है अर्ली मॉर्निंग. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം ബാച്ചിലേഴ്സിനുള്ളതാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഏരിയ കപ്പിൾസിനും അതേപോലെ ഫാമിലിക്കും ഉള്ളതാണ്. ഇത് മൊത്തം ബാച്ചിലേഴ്സിനാണ് കേട്ടോ. ഇവിടേക്ക് ഓൾറെഡി ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പം തന്നെ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു പാക്കേജ് മിസ്സായിപ്പോയി. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങൾ കേട്ടോ. താഴോട്ട് നല്ല അടിപൊളി വ്യൂ ആണ്, മൗണ്ടനൊക്കെ ആയിട്ട് പൊളിയാണ് സ്ഥലം. അപ്പം ഞങ്ങൾക്ക് താഴോട്ടും കൂടെ ഒന്ന് പോയിക്കാലോ എൻ്റെ ചേട്ടാ. നമുക്ക് താഴോട്ടുകൂടെ പോയാലോ? ചലോ നീച്ചേ ചലേ ഇരിക്ക നനവാ. അതൊക്കെ പറ്റ ട്രെൻഡ് അനുസരിച്ചേട്ടാ, അതിലൊന്നും ഇല്ല, ചുമ്മാ രസത്തിന്. പോരാത്തിനൊന്ന് മൗറീഷ്യസ് വാങ്ങിയതും കൂടിയാ. മൗറീഷ്യസ് എഴുതിയില്ലല്ലോ, മൗറീഷ്യസിൻ്റെ ആണ് അത്, അങ്ങനെ വിശ്വസിച്ചാൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുള്ളവർക്ക് അടിപൊളി വ്യൂ ആണിത്. പിന്നെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വ്യൂ ഇല്ല, പക്ഷെ അവർ സേഫ്റ്റി നോക്കിയിട്ടാണ് അങ്ങനൊരു ഇത് ചെയ്തത്. എന്തായാലും സ്ഥലം അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. മഴയും കൂടെ പെയ്യാതിരുന്നാൽ ഇന്നത്തെ നൈറ്റും ഓക്കെ ആവും. ആ മേലെ കാണുന്ന മരമൊക്കെ എന്താ നല്ല രസമുണ്ടല്ലേ അതൊക്കെ കാണാൻ. അടിപൊളി. നമുക്ക് കുറച്ചേരം ഇവിടെ ഇരിക്കുക, എന്നിട്ട് പോയി ഫ്രഷ് ആയിട്ട് ക്യാമ്പ് ഫയറിന് സെറ്റ് ആവാം. ഇവിടുത്തെ ടെൻറ്റിൻ്റെ സ്റ്റേയിലെ റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 1500 രൂപയായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, വെൽക്കം ഡ്രിങ്ക്, പിന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഒരു വാട്ടർഫോൾ ട്രെക്കിംഗ് ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് മിസ്സായിപ്പോയി, കാരണം നമ്മൾ വന്നത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൊളുക്കുമലയിലെ ഒരു ജീപ്പ് ട്രെക്കിംഗ് ഉണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്, അതൊരിക്കലും ആരും മിസ് ചെയ്യരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ചെന്ന് നമുക്ക് 2 ടെൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ടെൻറ്റിൽ ഞാനും മനീഷയും, ഒരു ടെൻറ്റിൽ ഷിജിനും നിസ്ലാറ്റിനും സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ടെൻറ്റ് ഇതാണ്, പിന്നെ ഒരു ടെൻറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അകത്ത്. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം കേട്ടോ, 3 പേർക്കൊക്കെ. അപ്പോൾ ഈ 2 ടെൻറ്റാണ് നമ്മളെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടേക്ക് വേറെ ടെൻറ്റ് ഉണ്ട്, ഇവിടെ ഫുള്ള് ടെൻറ്റ് ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് കുറേ ഫാമിലീസ് ഉണ്ട് കേട്ടോ, എല്ലായിടത്തും കുറേ ഫാമിലി ഉണ്ട്. നമ്മൾ ചെന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കും നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ഫയറിനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ ഈ ഓരോ ടെൻറ്റിലുണ്ട് എന്നുള്ളത് ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ മനസ്സിലായിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞു, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. നമ്മൾ ഈ ക്യാമ്പ് ഫയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ക്യാമ്പ് ഫയർ ലാസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ഇപ്പോഴാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്നുള്ള വെച്ചാൽ എല്ലാവരും ഭയങ്കര ചിൽ മൈൻഡുള്ള ആൾക്കാരാണ്. ഒരു മടിയൊന്നും ഉണ്ടായിരുന്നില്ല, ആരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പിന്നെ ഒരു പാർട്ട്ണറെ കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ ഞാൻ കുറേ നേരം ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു ചെറിയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആൾ ഭയങ്കര പൊളിയാണ്, ചില്ലാണ്, എൻ്റെ കൊറിയോഗ്രാഫറാണ് കേട്ടോ. പിന്നെ അവളെ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അവളുടെ കൂടെ കുറേ നേരം ഡാൻസൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. ഫുഡ് അടിപൊളിയാണ്, ഒരു കംപ്ലൈൻറ്റ് പറയാനില്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചിക്കൻ ഗ്രില്ല്, ചിക്കൻ കറി, ചോറ്, ചപ്പാത്തി, സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കൂടെ ആ ക്യാമ്പ് ഫയറിൻ്റെ അവിടുത്തെ ചൂടിൽ അങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം പോയി കിടന്നു കേട്ടോ. നമുക്ക് നാളെ രാവിലെ 4 മണിക്ക് കൊളുക്കുമലയിൽ ട്രിപ്പ് പോകാനുണ്ട്. അപ്പം അതിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.